നമുക്ക് കാണാം നിരവധി ആളുകളാണ് ഇവിടെ ഈ ഒരു റോഡ് അടച്ചുകൊണ്ട് വന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ ചേട്ടൻ്റെ വീട് എവിടെയാണ്? കൊറ്റാളി. അപ്പോൾ ഇപ്പോൾ ചേട്ടന് പോകാനായിട്ട് ഒന്ന് തിലാനൂർ റോഡിലൂടെ മാത്രമേ പോകാൻ പറ്റൂ. അപ്പോൾ 3 കിലോമീറ്റർ അധികം സഞ്ചരിക്കാം. നമുക്ക് കാണാം കുട്ടീനെ കൊണ്ടൊക്കെ ആളുകൾ പോകുന്നുണ്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ഈ ഒരു വഴി നമ്മൾ ഈ പടിഞ്ഞാറേക്കണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റടപ്പ കണ്ണൂർ റോഡിലാണ്. അപ്പോൾ ഇവിടെ ഒരു പാലം പണിയാണ്. ഏകദേശം 9 മാസമായി പാലത്തിൻ്റെ പണി എങ്ങും എത്തിയില്ല. അതായത് ഇനിയിപ്പോൾ ഒരുപാട് സൈഡ് വാളൊക്കെ കെട്ടാണ്ട് ഏകദേശം 9 മാസമായി ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് യാത്ര ചെയ്യാനും സ്കൂളിൽ പോകാനും ഒരു കാര്യവും സാധ്യമാകാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് പ്രദേശവാസികൾ ചോദിക്കാം ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന്. ഇത്രയും ദിവസം നമുക്ക് ഒരു വഴിയൊരുക്കി തന്നത് ഇവിടെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ റോഡ് തുറന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മലവെള്ളപ്പാച്ചിൽ തന്നെ പറയാം, ഇവരുടെ ഈ ഒരു മതിലൊക്കെ തകർത്ത് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിവിടെ ഇപ്പോൾ ഈ റോഡ് അടച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഈ റോഡ് അതായത് നമ്മുടെ പ്രദേശവാസികൾക്ക് ഒരു വലിയൊരു ഉപകാരമായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു കഴിഞ്ഞ ദിവസം തൊട്ട് ഒരു പ്രദേശവാസികൾക്കും ഈ ഒരു ഭാഗത്തു നിന്ന് ഇപ്പുറത്തേക്ക് പോകാനോ ഒന്നും സാധിക്കുന്നില്ല. നമ്മൾ ദൃശ്യങ്ങളിൽ മുമ്പ് കണ്ടാണ് ഒരുപാട് വണ്ടികൾ ഇവിടെ വന്ന് തിരിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ദേശീയപാത അധികൃതരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട അധികാരികളും നമ്മൾ ജനങ്ങൾക്ക് പോകാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ആറ്റടപ്പയിലെ പ്രദേശവാസിയായ ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് റഹീംക. ഇപ്പോൾ ഈ ഒരു ആറ്റടപ്പ റോഡ് അടച്ചു. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരുപാട് വണ്ടികൾ ഇവിടെ വന്ന് തിരിച്ചു വന്നു. ഒരുപാട് ആളുകൾ വന്ന് കഴിഞ്ഞ ദിവസം വരെ ഇതിലെ വണ്ടികൾ പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ തിരിച്ചു പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ ആളുകളുടെ ആ മുഖഭാവം അതായത് അത്യാവശ്യങ്ങൾക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് നിരാശയായിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് ചേട്ടന് പറയുന്നത്? ഓട്ടോ ഡ്രൈവർ നിലയിൽ എന്താ പറയുന്നത്? ഇത് 1 കൊല്ലമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നടക്കാൻ വരെ പറ്റാത്ത അവസ്ഥയാണ്. വണ്ടിയും കൊണ്ട് വരാൻ വേണ്ടി പറ്റുന്നില്ല, കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല. 3-4 കിലോമീറ്റർ ചുറ്റിയിട്ട് വേണം ഇത് പോകാൻ വേണ്ടി. അപ്പോൾ ഭയങ്കരം വിഷമങ്ങളാണ്. ഈ ഒരു ഹൈവേയുടെ അധികൃതർ പറയുന്നത് വെച്ചാൽ 3 മാസം കൊണ്ട് തീർക്കുന്നു. അതായത് തുടങ്ങിയപ്പോഴേ 3 മാസം എന്നാണ്, ഇപ്പോൾ 9 മാസം കഴിയാറായി. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇവരെങ്ങനെ വെറുതെ പറയാന്നല്ലാണ്ട് വേറെ എന്ത് കാര്യമുള്ള ഇവരെ കൊണ്ട് ഒരു കാര്യമില്ല. ഇവരിങ്ങനെ പറയും നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും, 1 മാസം കൊണ്ട് ശരിയാവും, 3 മാസം കൊണ്ട് ശരിയാവും, 6 മാസം കൊണ്ട്. 1 കൊല്ലത്തിന് മുകളിലായി നമ്മൾ ഈ കളി കളിക്കുന്നത്. 1 കൊല്ലത്തിന് മുകളിലായിട്ട് ദുരിതത്തിലാണ്. പിന്നല്ലാണ്ട് അപ്പോൾ ഇവിടെ 1-2 ആളുകളാണ് ഇവിടുന്ന് കമ്പി കെട്ടലും പിടിക്കലൊക്കെ ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇവർ 3 മാസം കൊണ്ട് എങ്ങനെ തീർക്കും എന്നാണ് പറയുന്നത്. സൈഡ് വാൾ പോലും കെട്ടിയിട്ടില്ല. ഇത് ഈ പോക്ക് പോകാന്നുണ്ടെങ്കിൽ 3 കൊല്ലായാലും ഇത് അവസാനിക്കൂല. ഇതിങ്ങനെ ഉണ്ടാകാം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാന്നല്ലാണ്ട് വേറെ ഇതിനെ കൊണ്ട് വേറെ ഒരു പ്രയോജനമില്ല. മെയിൻ. അപ്പോൾ ഈ ചേട്ടൻ ഈ ഓട്ടോ ഡ്രൈവർ നിലയിൽ എല്ലാ വിഷമവും ചേട്ടന് ഏകദേശം യാത്രക്കാരുടെ വിഷമം അല്ലാണ്ട് ഞാൻ എത്ര ഇപ്പോൾ ഞാൻ വന്നാളാണ്. ഇപ്പോൾ ഞാൻ പോകാൻ വേണ്ടി വന്നാളാണ്. ഞാൻ വേറെ ആട് ചോദിച്ചമാന് പോകാൻ വേണ്ടി നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വന്നാളാണ്. ഇപ്പോൾ ആദ്യം ഞാൻ തിരിച്ചു പോവുകയാണ്. ഇത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ജനങ്ങൾക്ക്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രതിനിധി അവർ കണ്ടെത്തണ്ടേ? അതല്ലേ വേണ്ടത്. അപ്പോൾ ഇക്ക പറയുന്നത് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഈ ഒരു റോഡ് പുനഃസ്ഥാപിക്കുക. അപ്പോൾ ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഈ യാത്രാ ദുരിതം മാറി കിട്ടണം തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതാണ് ആവശ്യം. വീട് ഇതിന്റെ ബാക്കിലാണ് വീട്. അപ്പോൾ ആളുകൾക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ പേരെന്താണ്? അഹമ്മദ് കുട്ടി. ഇക്കയുടെ വീട് എവിടെയാ? ഈ പാലം കിടക്കുന്നതിന്റെ അപ്പുറം. അപ്പോൾ ഇപ്പോൾ എത്ര നാളായി വീട്ടിൽ പോകാൻ പറ്റാതെ? മര്യാദക്ക് നല്ല രീതിയിൽ വണ്ടിയും കൊണ്ടോ അല്ലെങ്കിൽ സാധനം എടുത്തിട്ടോ വീട്ടിൽ പോകാൻ പറ്റാതെ എത്ര നാളായി? പാലം കട്ട് ചെയ്ത് അന്ന് മുതൽ പ്രശ്നമാണ്. പക്ഷെ ഈ ഇവിടെ ഉള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലെ കൂടി ഞങ്ങൾ കുറെ ഇങ്ങനെ പോയിരുന്നു. പക്ഷെ ഈ വണ്ടിയൊക്കെ പോയത് കാരണം ഹെവി ലോഡ്, അതായത് ഈ ഹൈവേന്റെ ഹെവി ലോഡ് വണ്ടി അപ്പുറം താഴത്തോട്ട് പോയപ്പോ, അതായത് പടിഞ്ഞാറക്കണ്ടി ബാക്കിലെ കൂടി പോയപ്പോ അവിടെ മഴ സീസണിൽ മണ്ണ് തീങ്ങിയിട്ട് അയാളെ കള മുഴുവനും ഇടിഞ്ഞുപോയി. സുജിത്താട്ടന്റെ. അപ്പൊ സുജിത്താട്ടൻ പറഞ്ഞ് ഇത് ഉണ്ടാക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് ഉറുപ്പിക തരണം. അതാരാ തരിക? ഹൈവേക്കാര് പറഞ്ഞ് ഞങ്ങൾ തരൂല. പിന്നെ അയാൾ എന്ത് ചെയ്യും? അയാൾ സ്ഥലം ബ്ലോക്ക് ചെയ്ത്
ഇല്ല എന്നാലും എന്നിട്ടും അദ്ദേഹം കുറെ നാൾ ഇതിലെ വണ്ടി വിട്ടല്ലോ. എന്നിട്ടും ഒരുപാട് കാലം നമ്മൾ സമ്മതിച്ച് ശുചിത്വമായിട്ട് പോയിക്കോ ഓടിക്കോട്ടെ. പക്ഷെ ഇപ്പൊ മൂപ്പരെ കിള കെട്ടണ്ടേ? കിള ചെറിയ കിളയല്ല, അത് നിങ്ങൾ ഫോട്ടോ എടുത്ത് കാണിക്കണോ? അത് വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പ് ചെലവാകുന്ന കിളയാ. അതാരാ കൊടുക്ക പൈസ അയക്ക്? അത് കൊടുക്കേണ്ട ഹൈവേ ആണ്. എന്താന്ന് വെച്ചാൽ അവര് ഹെവി ലോഡ് മണ്ണ് ആ വഴിക്ക് ഇറങ്ങിയപ്പോ അന്നത്തെ ആ മഴ സീസണില് ഈ മണ്ണ് തിങ്ങിയിട്ട് വെയിറ്റ് കൊണ്ട് തിങ്ങിയിട്ട് അയാളെ കിള അപ്പുറം തള്ളിപ്പോയി. അപ്പൊ നമ്മൾ ആറ്റടപ്പ റോഡിൽ ഈ ഒരു പടിഞ്ഞാറേക്കണ്ടി ജിമ്മിന്റെ പുറകിലെ കൂടെ, അതായത് പടിഞ്ഞാറേക്കണ്ടി സുയിത്താട്ടിനായിരുന്നു ഇതിലെ കൂടെ നമുക്ക് യാത്രാമാർഗ്ഗമൊക്കെ ഒരുക്കി തന്നു. പക്ഷെ ഇപ്പൊ അവർക്ക് വലിയൊരു നഷ്ടമുണ്ടായി. അപ്പൊ അവരുടെ ഈ വാൽ, അതായത് ഇവിടെ സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടുണ്ടായിരുന്നു, അത് തകർന്നു പോയി. അപ്പോൾ അതിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ നടന്നു പോകുന്ന കണ്ടു. അപ്പോൾ അത് അവർ ഈ ഒരു റോഡ് പണി നടക്കുന്ന, അതായത് മതിലിൻ്റെ പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരിവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിലെ യാത്രക്കാർക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. നമുക്കൊരു പ്രദേശവാസി വരുന്നുണ്ട്, നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. ഇതിലെ ചേട്ടാ, അത് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ പോവാൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ചേട്ടാ, ഈ റോഡ് ഇതും കൂടി കട്ട് ചെയ്ത ആൾക്കാർക്ക് പോകാനും കഴിയില്ല. അപ്പൊ ഇപ്പൊ ഈ റോഡ് ഈ ആഴ്ച കട്ട് ചെയ്യുമെന്ന് പറയുന്നു. അപ്പൊ ഇത് അവരിങ്ങനെ കട്ട് ചെയ്യും എന്നെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ ഇപ്പൊ അതിന്റെ ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് പ്രദീപ്. പ്രദീപ്. അപ്പൊ ഇവിടെ വീട് എവിടെയാണ്? വീട് ഇതിന്റെ കുറച്ചപ്പുറം തന്നെ ആണല്ലേ. അപ്പൊ എത്ര നാളായി ഇപ്പൊ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ? ഇത് കൊറേ ആയപ്പോ ഇപ്പൊ ഒരു കൊല്ലത്തിൽ ഈ അസിയായില്ലേ ഇത്. ഇതിപ്പോ ഒരാഴ്ചയായിട്ട് ഇത് അടച്ചിട്ട്. അപ്പൊ അല്ല, പടിഞ്ഞാറേക്കണ്ടി നമുക്ക് ഇവിടെ ഒരു വഴി തന്നായിരുന്നു വണ്ടികൾക്ക് പോകാനായിട്ട്. അപ്പൊ അവർക്കിപ്പോ ഞാൻ നോക്കിയപ്പോ അവിടെ എന്തൊക്കെ പണികൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അടച്ചാന്നാണ് ഓരോട് ചോദിച്ചപ്പോ. അപ്പോ അത് സന്മനസ് ഓർ ഇത്ര നാളെങ്കിലും നമ്മളെ ഇതിലെ പോകാനായിട്ട് അനുവദിച്ചല്ലോ. അപ്പൊ ഈ ദേശീയപാത അധികൃതര് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുവോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊന്നും അറിയോ? അതിനെപ്പറ്റി നമുക്ക് കൂടുതലൊന്നും അറിയില്ല. ഓക്കെ. അപ്പൊ അവരിപ്പോ ചെയ്തു കൊടുത്ത സഹായം തന്നെ മതിൽ പൊളിച്ചു, അതന്നെയാണ് സഹായം. അപ്പോൾ പ്രേക്ഷകരെ നമുക്ക് കാണാം, ഈ നമ്മൾ ആറ്റടപ്പയിലാണ്. ആറ്റടപ്പയുടെ റോഡ് പണി എന്ന് തുടങ്ങി അന്ന് തൊട്ട് നമ്മൾ ഡെയിലി എന്ന് പറയുന്ന പോലെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവിടുത്തെ അവസ്ഥകൾ. അപ്പോൾ ഇവിടെ വീടുകളൊക്കെ ഇടിഞ്ഞ് തകർന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് ഒരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിനൊരു യാത്രാമാർഗ്ഗം ദേശീയപാത അധികൃതര് കണ്ടെത്തി കൊടുക്കണം. കാരണം ഇവിടെ ഇത് പ്രതിവട്ടം ഇങ്ങോട്ട് വരും. ഇതുപോലെയുള്ള ആളുകൾ സാധനം വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് നിത്യോപയോഗത്തിനുള്ള സാധനം വാങ്ങിച്ചിട്ട് പോവുകയാണ്. ഞാനും ഈ ഒരു പ്രദേശവാസിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് അവസ്ഥ. നമുക്ക് വീട്ടിൽ കൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ സ്കൂൾ കുട്ടികൾക്കും എല്ലാവർക്കും നമ്മളെ ഈ ഏരിയയിലെ, അതായത് ഈ ഒരു ഏരിയയിലെ മൊത്തത്തിൽ അവതാളത്തിലായിട്ടാണുള്ളത്. അതായത് സ്കൂളാണെങ്കിലും ശരി, ഓഫീസാണെങ്കിലും ശരി, കച്ചവട സ്ഥാപനങ്ങളാണെങ്കിലും ശരി, എല്ലാം തന്നെ അടിഞ്ഞ നിലയിലാണുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു റോഡിന്റെ പണി അധികൃതര് നമുക്ക് തീർത്തു തരാം. സഞ്ചാരപാത പഴയതുപോലെ നമുക്ക് ആക്കി തരികയാണെന്നാണ് ഈ ഒരു അവസരത്തിൽ പ്രദേശവാസിയായ പ്രദീപാട്ടിനും അതുപോലെ ഇതിലെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും പറയാനുള്ളത്. പ്രേക്ഷകരെ, ഏകദേശം ഒരു വർഷമായി ഇവിടെ ഈ ഒരു യാത്രാ ദുരിതം അനുഭവിക്കുന്ന നാട്ടുകാർ. അപ്പോൾ നമുക്ക് പല ആളുകൾക്കും, അതായത് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും എങ്ങും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നടന്നു പോകാനും പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. അതുണ്ടോ അപ്പുറത്ത് വിളിക്കോ.